സ്വപ്നം കണ്ടതുപോലെ വിദേശത്ത് ജോലി കിട്ടിയവർ. ഒരാൾ സൗദിയിൽ നഴ്സ്, മറ്റൊരാൾ ലണ്ടനിൽ എഞ്ചിനീയറും. വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹ തീയതിയും കുറിച്ച് ജോലിസ്ഥലത്തേക്ക് മടങ്ങിയ അഖിലും ടീനയും വിവാഹം സ്വപ്നം കണ്ട് കഴിഞ്ഞ മാസങ്ങളായിരുന്നു ഇക്കഴിഞ്ഞുപോയത്. ഇനി 2.5 മാസത്തെ കാത്തിരിപ്പ് കൂടി ബാക്കി നിൽക്കെയാണ് വിവാഹ ഒരുക്കങ്ങൾക്കായി ഇരുവരും നാട്ടിലേക്ക് തിരിക്കാമെന്ന് തീരുമാനിച്ചത്. അതിനു മുമ്പ് കുറച്ചുകാലം നാട്ടിൽ നിൽക്കണം. വിവാഹശേഷം അഖിലിനൊപ്പം ലണ്ടനിലേക്ക് പോകണം. അതിനുവേണ്ടി സൗദിയിലെ നഴ്സ് ജോലി രാജിവെച്ചിരിക്കുകയായിരുന്നു ടീന. നാട്ടിലേക്ക് പോകും മുമ്പേ സുഹൃത്തുക്കൾക്കൊപ്പം ഒന്ന് കറങ്ങി ഷോപ്പിംഗ് നടത്തി നാട്ടിലേക്ക് പോകാനാണ് അഖിലും കഴിഞ്ഞ ദിവസം സൗദിയിലേക്ക് എത്തിയത്. അങ്ങനെയാണ് ഒരു ചെറിയ യാത്ര പോയാലോ എന്ന പ്ലാനിന്റെ പുറത്ത് അഖിലും ടീനയും 3 സുഹൃത്തുക്കളും ചേർന്ന് സൗദി അറേബ്യയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ അൽ ഉലയിലേക്ക് പോയത്. അവിടെയെല്ലാം ചുറ്റിക്കണ്ട് വൈകിട്ടോടെയാണ് ഇവർ തിരിച്ച് താമസ സ്ഥലത്തേക്ക് യാത്ര തുടങ്ങിയത്. എന്നാൽ ആ യാത്ര അവസാനിച്ചത് ദാരുണമായ ഒരപകടത്തിലാണ്. അൽ ഉലയിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ അകലെ ഇവർ സഞ്ചരിച്ച കാർ സൗദി സ്വദേശികളുടെ ലാൻഡ് ക്രൂയിസർ കാറുമായി കൂട്ടിയിടിച്ച് തീപിടിക്കുകയായിരുന്നു. തലക്ഷണം ഛിന്ന ഭിന്നമായി കത്തിക്കരിഞ്ഞുപോയ കാറിൽ സഞ്ചരിച്ചിരുന്നവരും മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത വിധം മാറിപ്പോയിരുന്നു. ടീനയുടെയും അഖിലിന്റെയും മൃതദേഹം തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം കത്തിയെരിഞ്ഞെന്നാണ് മലയാളി സാമൂഹ്യ പ്രവർത്തകർ നൽകിയ വിവരം. ഇവർക്കൊപ്പമുണ്ടായിരുന്ന 3 പേരും കത്തിക്കരിഞ്ഞു പോയിരുന്നു. 2 വർഷത്തോളമായി ടീന സൗദിയിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു. 4 മാസം മുമ്പാണ് അവസാനമായി വീട്ടിലേക്ക് എത്തിയത്. അപ്പോഴും വീട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊപ്പം സന്തോഷകരമായി ആനന്ദകരമായി അവധിക്കാലം പങ്കിട്ട ശേഷമാണ് ടീന തിരിച്ച് സൗദിയിലേക്ക് പോയത്. സൗദിയിലെ ജോലി രാജിവെച്ച് വിവാഹശേഷം അഖിലിനൊപ്പം UK പോകാനായിരുന്നു തീരുമാനം. 26-കാരിയായിരുന്നു ടീന. അഖിലിന് 28 വയസ്സും. വയനാട്ടുകാരാണ് 2 പേരും. അമ്പലവയൽ ഇളയടത്ത് മഠത്തിൽ കുടുംബാംഗമാണ് അഖിൽ അലക്സ്. സൗദിയിലെ കാർഡിയാക് സെന്ററിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന നടവയൽ നെയ്ക്കുപ്പ കാരിക്കുന്നേൽ കുടുംബാംഗമാണ് ടീന. ജൂൺ 16-ാം തീയതിയാണ് ഇവരുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത്. 4 വർഷം മുമ്പാണ് അഖിൽ UK പോയത്. അവിടെ എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്നു. അനുജൻ ഡെനിൽ അലക്സ് UK നഴ്സായി ജോലി ചെയ്യുകയാണ്. വിവാഹത്തിനുള്ള ഒരുക്കത്തിലായിരുന്നു അഖിലിന്റെയും ടീനയുടെയും വീടുകൾ. കല്യാണ പന്തൽ ഉയരേണ്ട വീട്ടുമുറ്റങ്ങളിൽ ഇപ്പോൾ ഇരുവരുടെയും മൃതദേഹങ്ങൾ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. ബുധനാഴ്ച വൈകിട്ട് പ്രാദേശിക സമയം 4:30യോടെയാണ് സൗദി അറേബ്യയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ അൽ ഉലയ്ക്ക് സമീപം അപകടമുണ്ടായത്. സൗദിയിൽ അവധി ദിവസങ്ങളായതിനാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ലഭിക്കാൻ അടുത്ത ദിവസമാകുമെന്നാണ് ലഭിക്കുന്ന വിവരമെന്നും ബന്ധുക്കൾ പറയുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.